മുട്ടിൽ മരമുറി കേസിലെ കുറ്റപത്രം ദുർബലമെന്ന സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ആരോപണം ശരിയല്ലെന്ന് വ്യക്തമാക്കി അന്വേഷണ ഉദ്യോഗസ്ഥന്റെ റിപ്പോർട്ട്. കുറ്റപത്രം ദുർബലമാണെന്നും വകുപ്പുകൾ നിലനിൽക്കില്ല എന്നുമുള്ള പ്രോസിക്യൂട്ടറുടെ വാദത്തിനു പിന്നിലെ ഉദ്ദേശശുദ്ധിയിൽ സംശയമുണ്ടെന്നും ഡിവൈഎസ്പി വി ബെന്നി ക്രൈംബ്രാഞ്ച് ADGP H വെങ്കടേഷിന് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. ആരോപണ പശ്ചാത്തലത്തിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ജോസഫ് മാത്യുവിനെ കേസ് നടത്തിപ്പ് ചുമതലയിൽ നിന്നും മാറ്റാനാണ് സാധ്യത. മുട്ടിൽ മരമുറിയുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രം ദുർബലമെന്നായിരുന്നു സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ആരോപണം. മരമുറിക്കാലത്തെ വയനാട് കളക്ടറായിരുന്ന അദീല അബ്ദുള്ളയ്ക്ക് സംഭവത്തിൽ അറിവുണ്ടെന്നും അവരുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് ജോസഫ് മാത്യു ക്രൈംബ്രാഞ്ച് ADGPക്ക് കത്തെഴുതുകയും സുൽത്താൻ ബത്തേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഇക്കാര്യം വാക്കാൽ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. സംഭവം വിവാദമായതോടെയാണ് ADGP ഉന്നതതല യോഗം വിളിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ DYSPയെ ചുമതലപ്പെടുത്തിയത്. അന്നത്തെ കളക്ടറുടെ മൊഴിയെടുത്തില്ലെന്ന പ്രോസിക്യൂട്ടറുടെ ആരോപണം ശരിയല്ലെന്നും കേസിലെ എല്ലാ കാര്യങ്ങളും സൂക്ഷ്മമായി പരിശോധിച്ചാണ് കുറ്റപത്രം തയ്യാറാക്കിയത്. പ്രതികളെ ശിക്ഷിക്കാൻ പര്യാപ്തമായ തെളിവുകൾ കുറ്റപത്രത്തിലുണ്ട്. ചുമത്തിയ വകുപ്പുകൾ നിലനിൽക്കും. 1964 ഭൂപതിവ് ചട്ടം നിലവിൽ വന്ന ശേഷം നട്ടുപിടിപ്പിച്ച മരങ്ങൾ മുറിക്കാനുള്ള റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഉത്തരവിൻ്റെ മറവിലാണ് അഗസ്റ്റിൻ സഹോദരങ്ങൾ സർക്കാരിലേക്ക് നിക്ഷിപ്തമായ 104 ഈട്ടിമരങ്ങൾ മുറിച്ചു കടത്തിയത്. അനധികൃതമായി മുറിച്ച മരങ്ങൾക്ക് 100 മുതൽ 570 വർഷം വരെ പഴക്കമുണ്ട്. അതുകൊണ്ട് സർക്കാർ ഉത്തരവുണ്ടെന്ന വാദം നിലനിൽക്കില്ല. മരങ്ങളുടെ DNA റിപ്പോർട്ട് തന്നെ പ്രതികൾക്ക് നേരെയുള്ള പ്രധാന തെളിവാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. 2023 ഡിസംബറിലാണ് കേസിൻ്റെ കുറ്റപത്രം സമർപ്പിച്ചത്. ആൻഡോ അഗസ്റ്റിൻ, റോജി അഗസ്റ്റിൻ, ജോസൂട്ടി അഗസ്റ്റിൻ എന്നിവരുൾപ്പെടെ 8 പ്രതികളാണ് കേസിലുള്ളത്. കോടതിയിൽ ട്രയൽ ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ കുറ്റപത്രം ദുർബലമെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ പരസ്യമായി പ്രതികരിച്ച സാഹചര്യത്തിൽ കേസ് ചുമതലയിൽ നിന്നും അഡ്വക്കേറ്റ് ജോസഫ് മാത്യുവിനെ മാറ്റാനും സാധ്യതയുണ്ട്. രതീഷ്, അമൃത ന്യൂസ്, വയനാട്.